ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യം നടത്തിയപ്പോൾ വെട്ടിലായത് കോൺഗ്രസ്സുകാരാണ്. കാരണം ഇന്ത്യ ഇത്ര ഗംഭീരമായി തിരിച്ചടിക്കുന്ന കോൺഗ്രസ്സുകാർ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും നമ്മുടെ രാജ്യത്തിനൊന്ന് കാല് പതറുന്നുണ്ടോ അല്ലെങ്കിൽ അടി പതറുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ കണ്ണ്. ആദ്യമൊക്കെ അവർ നമ്മുടെ രാജ്യത്തിനോടൊപ്പമാണെന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ വീഴുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ കടുത്ത നിരാശ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അങ്ങനെ മിസൈൽ വീണ് ഇന്ത്യയിൽ ഒരു 100-150 പേർ മരിച്ചിരുന്നതെങ്കിൽ നരേന്ദ്രമോദിയെ ആ പേരും പറഞ്ഞ് താഴെ ഇറങ്ങണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കാമല്ലോ. ഇതൊക്കെയായിരുന്നു അവിടെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോഴാണ് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന കേണലിനെ അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ധീര വനിതയായിട്ടുള്ള പാകിസ്ഥാനെ തൊലച്ചു കളഞ്ഞ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ചുകൊണ്ട് BJPയുടെ ഒരു നേതാവ് എത്തുന്നു. അതിൽ കയറി പിടിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കോൺഗ്രസ് ആരംഭിക്കുന്നു. സോഫിയ ഖുറേഷിയുടെ മതം ഒരു മുസ്ലിമാണ്, കണ്ടില്ലേ ഇതാണ് നമ്മുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിക്ക് ഇത് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിക്കെതിരെയും യാതൊരു ആവശ്യവുമില്ലാതെ ഇതൊക്കെ തിരിച്ചുവിടുന്നു. എന്നാൽ ഇന്ന് അവർ ഇളിഭ്യരായി നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്നല്ലേ? ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ജന്മനാടായിട്ടുള്ള ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വഡോദരയിലടക്കം കച്ച് മേഖലയിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നുണ്ട്. 85,000 കോടി രൂപയുടെ പദ്ധതിയാണ് മോദി അവിടെ പ്രഖ്യാപിക്കുന്നത്. വഡോദരയിലെത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ കാണുന്നത് ഈ സോഫിയ ഖുറേഷിയുടെ സഹോദരനും കുടുംബവും അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പമെറിയാൻ നിൽക്കുന്ന കാഴ്ചയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുഷ്പമെറിഞ്ഞ് പുഷ്പാഭിഷേകത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കോൺഗ്രസ്സുകാർ കാണുന്നത്. അവർ ഞെട്ടിപ്പോയി. ഫാമിലി മെമ്പേഴ്സ് PM മോദിയെ വഡോദരയിൽ വെൽക്കം ചെയ്തത് ഇങ്ങനെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊളോണൽ സോഫിയ ഹാസ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ. ഹർ ഫാമിലി വാസ് പ്രസന്റ് ടു വെൽക്കം PM മോദി ടു സെലിബ്രേറ്റ് ഇന്ത്യസ് മോണിമെന്റൽ വിക്ടറി ഇൻ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചരിത്രപരമായിട്ടുള്ള വിജയം ആഘോഷിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. മോദിയോടൊപ്പം ഇന്ന് ചേർന്ന് നിൽക്കുന്നത് സോഫിയ ഖുറേഷിയുടെ സഹോദരനും സോഫിയ ഖുറേഷിയുടെ സഹോദരിയുമാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ ഇന്ന് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ സോഫിയ ഖുറേഷിയുടെ ട്വിൻ സിസ്റ്റർ, അതായത് ഇരട്ട സഹോദരിയായിട്ടുള്ള സൈന സുൻസാറാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം റോഡ് ഷോയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പോലും വന്നിരിക്കുന്നു. ഐ ഹാവ് കം ഹിയർ ടു വെൽക്കം PM മോദി എന്നാണ് സൈന പറഞ്ഞത്. അതായത് ഞാൻ എൻ്റെ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് സൈന പറയുന്നത്. PM മോദി ഹാസ് ഡൺ എ ലോട്ട് ഫോർ വുമൻസ് എംപവർമെൻറ്റ്, അതായത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വി ആർ ഹിയർ ടു സെലിബ്രേറ്റ് ഓപ്പറേഷൻ സിന്ദൂർ ലെഡ് ബൈ 2 women ഇൻക്ലൂഡിംഗ് മൈ സിസ്റ്റർ സോഫിയ എന്നും അവർ പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ സോഫിയ ഖുറേഷിയുടെ സിസ്റ്റർ പറയുന്നത്. ഇനി സോഫിയ ഖുറേഷിയുടെ ബ്രദർ സഞ്ജയ് ഖുറേഷി എന്താണ് പറയുന്നത് നോക്കാം. ദ ക്രൗഡ് അറ്റ് ടുഡേസ് റോഡ് ഷോ ഈസ് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ മോദിയെ വരവേൽക്കാൻ എത്തിയ ഈ ക്രൗഡ്, ഈ ജനക്കൂട്ടം വളരെയധികം ഗംഭീരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. I am glad to see so many people come together to celebrate the success of Operation Sindoor. Prime Minister Narendra Modi is also present. He congratulated us and we gave him a warm welcome. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായിട്ടുള്ള ഒരു വരവേൽപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ അദ്ദേഹവും പറയുന്നത്. കോൺഗ്രസ് വീണ്ടും ഇളിഭ്യരായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് പെർമനൻ്റ് ആയിട്ടൊരു ഭാവി പ്രധാനമന്ത്രിയാണ് കോൺഗ്രസ് സംഭാവന ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.